മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോയ്ക്കായി സർക്കാർ ഖജനാവിൽ നിന്നും ചിലവഴിക്കുന്നത് കോടികൾ. പ്രതിവാര ടെലിവിഷൻ പരിപാടി നാം മുന്നോട്ടിനായി 9 വർഷത്തിനിടെ ചിലവഴിച്ചത് 25 കോടിയോളം രൂപ. നിർമ്മാണ ചുമതല നിർവഹിക്കുന്ന പാർട്ടി ചാനലിനും നൽകുന്നത് കോടികൾ. വിവരാവകാശ രേഖ ജനം ടിവിക്ക്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, സർക്കാരിൻ്റെ ധൂർത്തും അവരുടെ PR വർക്കിൻ്റെയും ഒക്കെ കണക്കുകൾ കാണുമ്പോൾ ഞെട്ടിക്കുന്ന തരത്തിലാണ്. കാരണം ക്ഷേമ പെൻഷൻ നൽകാൻ കഴിയുന്നില്ല, ക്ഷാമബത്ത് നൽകുന്നില്ല, ഇത്തരത്തിൽ വിവിധ രീതിയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും അവരുടെ PR വർക്കുകൾക്കായി കോടികൾ, അതും 25 കോടിയോളം രൂപയാണ് ഒരു സ്വകാര്യ പാർട്ടി ചാനലിന് വേണ്ടി ആ പ്രതിവാര ടെലിവിഷൻ പരിപാടിക്ക് വേണ്ടി കഴിഞ്ഞ 9 വർഷത്തിനിടെ ചിലവഴിച്ചത് എന്ന് പറയുമ്പോൾ അതിശയിപ്പിക്കുകയും അതോടൊപ്പം ആശങ്ക ജനിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം തന്നെയാണ്. എങ്ങനെ നോക്കിക്കാണാം നമുക്കിതിനെ? രോഹിണി, ഈ മുഴുവൻ തുകയും അനുവദിക്കുന്നത് ഒരു ചാനലിന് വേണ്ടിയല്ല. നമുക്ക് ആ കണക്കുകളിലേക്ക് വരാം. അതിനു മുൻപ് ഈ 2017 ഇങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്ന പേരിൽ മുഖ്യമന്ത്രി നേരിട്ട് അത് അവതരിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി വിശ്വാസ്യതയുണ്ട് എന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രതിവാര ടെലിവിഷൻ ഷോ സർക്കാർ ആരംഭിക്കുന്നത് 2017 ആരംഭിക്കുന്നു. ഇപ്പോൾ ഈ 2025 ഫെബ്രുവരി ആകുമ്പോഴേക്കും 212 എപ്പിസോഡുകളാണ് അതിൽ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ആ 212 എപ്പിസോഡുകൾക്കായി ഒരു എപ്പിസോഡിന് 1,50,000 മുതൽ 2,32,000 രൂപ വരെ നിർമ്മാണ ചെലവ് മാത്രം വരുന്നുണ്ട്. ഇതിനൊപ്പമാണ് ഇത് പ്രദർശിപ്പിക്കുന്നതിന് മറ്റ് ചാനലുകൾക്ക് നൽകുന്ന തുകയെന്ന് പറയുന്നത്. ഈ നിർമ്മാണ ചുമതല വഹിക്കുന്ന ചാനലിന് മാത്രം, അതായത് പാർട്ടി ചാനലിന് മാത്രം ചെലവഴിച്ചത് 3 കോടിയിലധികം രൂപയാണ് അവർക്കായി മാത്രം നൽകിയത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സംപ്രേഷണത്തിനും കൂടുതൽ പണം ഈ പറയുന്ന ചാനലിലും മറ്റ് ചാനലുകൾക്കുമൊക്കെ അനുവദിച്ചിട്ടുണ്ട്. ഏതാണ്ട് കണക്കുകളിലേക്ക് വരുമ്പോൾ 24,96 ലക്ഷം രൂപയാണ് കഴിഞ്ഞ 212 എപ്പിസോഡുകൾക്കായി ഈ പറയുന്ന നാം മുന്നോട്ട് പരിപാടി, മുഖ്യമന്ത്രിയുടെ നാം മുന്നോട്ട് പരിപാടിക്കായി സർക്കാർ നികുതി പണമെടുത്ത് അല്ലെങ്കിൽ ഖജനാവിൽ നിന്നെടുത്ത് ചെലവഴിച്ചിരിക്കുന്നത്. ഓരോ സാമ്പത്തിക വർഷം കൂടുമ്പോഴും ഇത് സംബന്ധിച്ച കൂടുതൽ തുക ചെലവഴിക്കുന്നതായി നമുക്ക് കാണാം. ചെലവഴിക്കുന്ന തുകയുടെ കാര്യത്തിൽ ഒരു കുറവും വരുന്നില്ല, അത് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ വർഷം കഴിയുന്നതോറും ചെലവുകൾ കൂടുന്നു. അപ്പോഴും ചോദ്യം ബാക്കിയാകുന്നത് ഇത്തരം ഒരു പരിപാടിയുടെ ആവശ്യകത എന്താണ്? അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇത്തരം ഒരു എക്സസൈസിൽ പങ്കെടുക്കുമ്പോഴും അതുകൊണ്ട് നാട്ടിലെ പൊതുജനങ്ങൾക്ക് എന്താണ് ഗുണമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ടത് 2020-21 കാലം മുതൽ സംസ്ഥാനത്ത് സാമ്പത്തിക നിയന്ത്രണം നിലനിൽക്കുന്നുണ്ട്. വകുപ്പുകൾക്ക് പണം ചെലവഴിക്കുന്നതിന് വലിയ കർശന നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ മറികടന്ന് മാത്രമേ വികസന പദ്ധതികൾക്ക് വേണ്ടി പോലും തുക ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്നിരിക്കെയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇങ്ങനെ കോടാനുകോടികൾ, മുഖ്യമന്ത്രിയുടെ PR എക്സസൈസിന് വേണ്ടി ഇങ്ങനെ കോടാനുകോടികൾ ചെലവഴിക്കുന്നത് എന്നുള്ളതാണ്. നവകേരള സദസ്സിന് വന്ന പരസ്യങ്ങളുടെയും അതുപോലെയുള്ള ചെലവുകൾ നമ്മൾ പുറത്തുവിട്ടതാണ്. മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാരുടെയൊക്കെ ചിത്രങ്ങൾ പതിപ്പിച്ച ഹോർഡിങ്ങുകൾക്കും മറ്റും സ്ഥാപിക്കാൻ വേണ്ടി എത്ര രൂപ ചെലവഴിച്ചു എന്നുള്ളത് നമ്മൾ പുറത്തുവിട്ടതാണ്. നവമാധ്യമങ്ങളിൽ സർക്കാരിൻ്റെ പരസ്യങ്ങൾ നൽകാൻ ചെലവഴിച്ച തുകയുടെ കണക്കും ജനം TV നേരത്തെ നൽകിയിരുന്നു. അങ്ങനെ ഓരോ കണക്കുകൾ പുറത്തു വരുമ്പോഴും ഓരോ വിവരാവകാശ രേഖയ്ക്ക് മറുപടി വരുമ്പോഴും സർക്കാർ ചെലവഴിക്കുന്ന ഈ പരസ്യങ്ങൾക്കും പ്രചരണങ്ങൾക്കും വേണ്ടി മന്ത്രിസഭയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ മുഖമിരിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന തുകയുടെ കണക്കുകൾ നമ്മെ വല്ലാണ്ടങ്ങ് ഞെട്ടിപ്പിക്കുകയാണ്. ഇപ്പോൾ ഓരോ സാമ്പത്തിക വർഷത്തെ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ 2017 ഇത് ആരംഭിക്കുന്നത്. അന്ന് ഏതാണ്ട് 1,72,24,915 രൂപയായിരുന്നു അന്ന് സർക്കാർ ചെലവഴിച്ചത്. 2020-21 ആകുമ്പോഴേക്കും അത് ഒരു സാമ്പത്തിക വർഷം 5,49,90,297 രൂപയാകുന്നു. 2023-24 സാമ്പത്തിക വർഷം ചെലവഴിച്ച 4,52,59,467 രൂപ. 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവഴിച്ചത് 3,01,19,341 രൂപ. അങ്ങനെ ആകെ 7 സാമ്പത്തിക വർഷങ്ങൾ കൊണ്ട് 9 സാമ്പത്തിക വർഷങ്ങൾക്കിടയിൽ 24,96,76,291 രൂപ സർക്കാർ ചെലവഴിച്ചിരിക്കുന്നു. ഇതിന്റെ നിർമ്മാണ ചുമതല വഹിക്കുന്ന പാർട്ടി ചാനലിന് 3,40,93,982 രൂപയും ഈ കാലയളവിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ ജനം TV തന്നെ പുറത്തുവിട്ട മറ്റൊരു വാർത്തയും കൂടി ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് 2025-26 സാമ്പത്തിക വർഷത്തേക്ക് മൊത്തം 7,56 കോടി രൂപയാണ് സർക്കാർ ഇപ്പോൾ തന്നെ വകയിരുത്തിയിരിക്കുന്നത്. ആദ്യം ബജറ്റിൽ 5.22 കോടി വകയിരുത്തുകയും പിന്നീട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഏതാണ്ട് 2.32 കോടിയും കൂടി ഇതിന് അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ 7.56 കോടി കൂടി വരുമ്പോൾ ഈ പറയുന്ന 10 വർഷത്തിനിടയിൽ സർക്കാരിന്റെ 10 വർഷത്തിനിടയിൽ നാം മുന്നോട്ട് പരിപാടിക്കായി ആകെ നൽകുന്ന തുക 32 കോടിയോളം കടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതായത് മുഖ്യമന്ത്രിയുടെ ഒരു ടെലിവിഷൻ ഷോയ്ക്ക് വേണ്ടി മാത്രം സർക്കാർ ഇത്രയധികം രൂപ ചെലവഴിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്നത്. രോഹിണി.
ശരി പ്രജിത്, അങ്ങ് ഏറ്റവും ഗൗരവതരമുള്ള കണക്കുകൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. PR വർക്കിനായി മാത്രം, മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോയ്ക്കായി മാത്രം സർക്കാർ ഖജനാവിൽ നിന്ന് ചിലവഴിക്കുന്നത് കോടികളാണ് എന്നുള്ളതാണ്. പ്രതിവാര ടെലിവിഷൻ പരിപാടി നാം മുന്നോട്ടിനായി 9 വർഷത്തിനിടെ ചിലവഴിച്ചത് 25 കോടിയോളം രൂപയാണ്. അത് മാത്രമല്ല, ഇതിന്റെ നിർമ്മാണ ചുമതല നിർവഹിക്കുന്ന പാർട്ടി ചാനലിനും നൽകുന്നത് കോടികൾ എന്നാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത്. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.